റോമൻ റെയിൻസ് ഇനി WWE അധികം വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യൂസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന്റെ കാരണം റോമൻ റെയിൻസ് സിനിമയിലേക്ക് പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് സത്യാവസ്ഥ? റോമൻ റെയിൻസ് സിനിമയിലേക്ക് പോകുന്നത് കൺഫേം ആയോ? അതുപോലെ AEWയിൽ നിന്നും വീണ്ടും WWEയിലേക്ക് വന്ന റുസേവിന് കറക്റ്റായിട്ടുള്ള പ്ലാനും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഫാൻസ് എല്ലാം രംഗത്ത് വന്നിരുന്നു. അപ്പോൾ അതിനായിട്ടുള്ള ഉത്തരം WWE വെച്ചിട്ടുണ്ട്. അതായത് റുസേവിനെ വെച്ച് ഒരു കിടിലൻ പ്ലാൻ ചെയ്യാനുള്ള പ്ലാൻ ഇവർക്കുണ്ട്. അതായത് റുസേവിനെ വെച്ച് ചെയ്യാൻ പോകുന്ന പ്ലാൻ എന്താണെന്ന് ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി പറയാം. അപ്പോൾ ഈ രണ്ട് ന്യൂസാണ് നമ്മൾ മെയിനായിട്ടും പറയാൻ പോകുന്നത്. ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് എപ്പോഴത്തെയും പോലെ ചില ന്യൂസ് എല്ലാം പറഞ്ഞുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിനെ പറ്റി പറയാം. അപ്പോൾ ഈ ഒരു സ്പെഷ്യലിൽ നമ്മൾ എല്ലാം വിചാരിച്ചത് CM Punk സെത്ത് റോളൻസ് ഇവരുടെ ടാഗ് ടീം മാച്ച് മെയിൻ ഇവന്റ് വരും എന്നാണ്. എന്നാൽ ഇപ്പോൾ ചില ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത് വേൾഡ് ചാമ്പ്യൻ ജെയ് ഉസോ വേഴ്സസ് ലോഗൻ പോൾ ഇവർക്ക് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ച് മെയിൻ ഇവന്റ് ആയിട്ട് വെക്കാനായിട്ട് WWEക്ക് പ്ലാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ മാച്ചാണ് മെയിൻ ഇവന്റായി നടക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ എല്ലാവരും ആ ഒരു ടാഗ് ടീം മാച്ച് മെയിൻ ഇവന്റ് വരും എന്നാണ് വിചാരിച്ചത്. എന്നാൽ ഈ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് മെയിൻ ഇവന്റ് വെക്കാൻ പോകുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തത് നമ്മൾ വലിയ ഷോയിൽ പ്രതീക്ഷിച്ച ഒരു മാച്ച് WWE എവല്യൂഷൻ പേപ്പറിൽ നടത്താൻ പോകുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ഒരു പ്ലാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് എല്ലാം നൈസായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ മാച്ച് മറ്റൊന്നുമല്ല ഷാർലറ്റ് ഫ്ലെയർ ഫോഴ്സസ് ജെറ്റ് കാർഗിൽ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഇവരുടെ സ്റ്റോറി ലൈൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ജൂലൈ മാസം നടക്കുന്ന എവല്യൂഷൻ പേപ്പറിൽ ഇവർക്ക് മാച്ച് വെക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാച്ചൊക്കെ ശരിക്കും ഒരു റെസൽമേനിയ അല്ലെങ്കിൽ സമ്മർ സ്ലാം ലെവൽ മാച്ചാണ്. പക്ഷെ അത് എവല്യൂഷനിൽ നടത്താനാണ് ഇവർക്ക് പ്ലാൻ എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ മാച്ച് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതിനേക്കാൾ മുമ്പായിട്ട് നയോമി ആയിട്ടുള്ള സ്റ്റോറി എല്ലാം അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ ആ മാച്ചിൽ ഇവരൊക്കെ വന്ന് അറ്റാക്ക് ചെയ്താൽ അതൊരു കല്ലുകടി പോലെയാകും. അപ്പോൾ ഈ ഒരു ഡ്രീം മാച്ച് വരാനാണ് പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതും എവല്യൂഷനിൽ. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ സമ്മർ സ്ലാം അല്ലെങ്കിൽ റെസൽമേനിയയിലൊക്കെ ഇത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ ലെവൽ ഹൈപ്പുള്ള മാച്ചാണ്. അപ്പോൾ ആ വുമൺസിൻ്റെ പേപ്പർ വ്യൂ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു സ്പെഷ്യലിൽ ഈ മാച്ച് സെറ്റ് ചെയ്യാൻ WWEക്ക് പ്ലാൻ ഉള്ളതായിട്ട് ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത്. നോക്കാം എന്താണ് സംഭവിക്കുക എന്ന്. അതുപോലെ മറ്റൊരു ന്യൂസ് ബ്രോക്ക് ലെസ്നറിന്റെ ന്യൂ ലുക്കാണ്. അതായത് ബ്രോക്ക് ലെസ്നറിന്റെ ന്യൂ ലുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരധികം ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതായത് ബ്രോക്കിന്റെ ഈ ഒരു ലുക്കാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. ലോങ് ഹെയർ എല്ലാം വെച്ചുകൊണ്ട് വെഡിങ്ങിനെല്ലാം പോയ സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോയാണ് ഇത്. വേറെ ലെവൽ ലുക്കായിട്ടുണ്ട് ബ്രോക്ക് ലെസ്നർ ഇതിൽ. ഇപ്പൊ ഫാൻസ് എല്ലാം ഒരുവിധം പറയുന്നത് ഇതേ ലുക്ക് വെച്ചുകൊണ്ട് WWE ബ്രോക്ക് ലെസ്നർ വന്ന സെറ്റ് ആയിരിക്കും എന്നാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പക്ഷെ ബ്രോക്ക് ലെസ്നർ WWE വരുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. കാരണം വിൻസ് മിക്മാന്റെ കൂടെ ആ ഒരു ചീന കേസിൽ പെട്ടതുകൊണ്ട്. ഇനി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ റുസേവിന്റെ ന്യൂസ് നോക്കാം. റുസേവിനെ ഇപ്പോൾ WWE കൊണ്ടുവന്നതിന് ശേഷം ആൽഫ അക്കാഡമി ടീമിന്റെ കൂടെയാണ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോറി ലൈനും മാച്ചെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ റുസേവിന് എപ്പോഴാണ് നല്ല പ്ലാനിങ് കാര്യങ്ങളെല്ലാം കൊടുക്കുക, ഈ ഒരു ടൈപ്പിലെല്ലാം ഫാൻസ് ചിന്തിക്കാൻ തുടങ്ങിയ സമയത്താണ് ഈ ഒരു ന്യൂസ് വന്നിട്ടുള്ളത്. അതായത് WWE ഇപ്പോൾ റുസേവ് വേഴ്സസ് ഷെയ്മസ് ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് എന്ന് പറയുന്നു. അതായത് നമ്മൾക്കറിയാം മുൻപ് ഇവർ ലീഗ് ഓഫ് നേഷൻ എന്നൊരു ടീമൊക്കെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഷെയ്മസ് റുസേവ് ഇവർക്ക് നടുവിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ എല്ലാം കൂടി കണക്ട് ചെയ്ത് ഇവർക്ക് മാച്ച് വെച്ചാൽ അതും സെറ്റായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഷെയ്മസ് റുസേവ് ഇവർക്ക് തമ്മിൽ ഒരു മാച്ച് വെക്കാനാണ് WWE പ്ലാൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് എല്ലാം നമ്മൾക്ക് ഉടനെ കാണാൻ സാധിക്കും. എന്തായാലും ഇവർക്ക് മാച്ച് വന്നാലും അടിപൊളിയായിരിക്കും. ഇനി ലാസ്റ്റ് ന്യൂസ് റോമൻ റെയിൻസിനെ പറ്റിയാണ്. അതായത് റോമൻ റെയിൻസ് WWE വിട്ട് ലീവ് എടുത്ത് ഇപ്പോൾ സിനിമയിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സിനിമയുടെ പേര് മറ്റൊന്നുമല്ല സ്ട്രീറ്റ് ഫൈറ്റർ ലൈവ് എന്നാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറായിട്ട് റോമൻ റെയിൻസിനെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും അതിനെ പറ്റിയിട്ടുള്ള സംസാരമെല്ലാം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ റോമൻ റെയിൻസ് അഭിനയിക്കുകയാണെങ്കിൽ റോമൻ റെയിൻസിന് കിട്ടാൻ പോകുന്ന മറ്റൊരു ഗുണം ഈ സിനിമയിൽ അക്വാമൻ സിനിമയിലെ ഹീറോ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് റോമൻ റെയിൻസിനും നല്ലൊരു അവസരമായിരിക്കും. എന്തായാലും കൺഫേം ആയിട്ട് 2027 റോമൻ റെയിൻസ് റെസ്ലിംഗ് അവസാനിപ്പിച്ച് WWE വിടും. പക്ഷെ അതിനേക്കാൾ മുൻപൊക്കെയാണ് ഈ സിനിമയുടെ ഷൂട്ടിങ് കാര്യങ്ങളെല്ലാം വരിക. അപ്പോൾ ആ സമയത്ത് മാത്രം റോമൻ റെയിൻസ് WWE വരാതെ മാറി നിൽക്കുന്നത് പോലെയാണ് കാണിക്കാൻ പോകുന്നത്. അതിനുശേഷം വീണ്ടും WWE തന്നെ വരും.
അപ്പോൾ ഇതുവരേക്കും ഇതിനെപ്പറ്റി കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് റോമൻ റെയിൻസിനെ വെച്ച് ചെയ്തിട്ടുള്ള സ്റ്റോറി ലൈൻസ് അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ തന്നെ റോമൻ റെയിൻസ് WWE വരും. എന്നിട്ട് ഇവിടെ ചെയ്തിട്ടുള്ള എല്ലാ പ്ലാനുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു സിനിമയിലേക്ക് പോകുക. അപ്പോൾ സിനിമ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ റോമൻ റെയിൻസ് വരുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. എന്തായാലും റോമൻ റെയിൻസിന് ഇതൊരു നല്ല അവസരമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. പിന്നെ എന്തൊക്കെ കടുംപിടുത്തം പിടിച്ചാലും 2027 വരെ അല്ലെങ്കിൽ 28 ഫെസ്റ്റ് വരെയേ റോമൻ റെയിൻസ് WWE ഉണ്ടാകൂ. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.